അറബിക് ദിനത്തോടനുബന്ധിച്ച് പുതുപ്പറമ്പ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഭാഷാന്തരം ചെയ്യപ്പെട്ട അറബിക് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഏറെ അഭിനന്ദനാർഹമാണ്. ഇതിൽ ഭാഷാസ്നേഹികളായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് കാർമ്മികത്വം എല്ലാവരെയും അഭിനന്ദിക്കുന്നു, അധ്യാപകരെ പ്രത്യേകിച്ചു. الصديق الذي يخبرنا بكل شيء يتحدثون إلينا بلغات عديدة. ألف مبروك لطلابي الأحباء في مدرسة فدوبرمبا لتعريفهم بالكتب المترجمة من اللغة العربية وبالعكس. وأهنئ أيضا المدرسين الكرام الذين استعدوهم وسهلوا. ഡിസംബർ 18 ഇന്റർനാഷണൽ അറബിക് ഡേയോടനുബന്ധിച്ച് പുതുപ്പറമ്പിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ അറബി ഭാഷയിലേക്കും ഭാഷാന്തരം ചെയ്യപ്പെട്ട പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ ഉദ്യമനത്തിന് മുന്നിട്ടിറങ്ങിയ വിദ്യാർത്ഥികളെ ഏറെ പ്രശംസിക്കുന്നു. അറബി ഭാഷ വളരെ സാഹിത്യ സമ്പുഷ്ടമായ ഒരു ഭാഷയാണ്. المكتبة هي بيت الأمل. القراءة تجلب لنا أصدقاء لا نعرفهم. المكتبات العامة هي قلب وروح أي مجتمع. പോലെ എന്ന ഈ ബുക്ക് പെരുമ്പട ശ്രീധരൻ എഴുതിയതാണ്. മുഹമ്മദ് ഇബ്രാഹിം ഇതിനെ മിസ്ർ തർജമ എന്ന പേരിൽ അറബിയിലേക്ക് വിവർത്തനം ചെയ്തു. هذا الكتاب مصر ترجمة صاحبه محمد عيد إبراهيم وأصل الكتاب ഒരു സങ്കീർത്തനം പോലെ വികലമി പെരുമ്പടം ശ്രീധരൻ. ألف ليلى وليلى يتضمن مجموعة من القصص ترجمة إلى العربية يحكي عن الحياة الحاكم شهريار وزوجته شهرزاد قد ترجم بعض اللغات الألمانية. ഈ പുസ്തകം പഹ്ലവി ഭാഷയിൽ നിന്നും അറബി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തതാണ്. പഞ്ചതന്ത്ര കഥകളിലുള്ള ഏതാനും കഥകളാണ് ഇതിലുള്ളത്. അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക്, അലിബാബയും നാട്ടിൻ കള്ളന്മാരും ഇതിലുള്ള ശങ്കര പിള്ള ترجمة إلى عربية محي الدين علوية وقد ترجمة إلى 19 لغة العالمية. هذا الكتاب سيدات الكمال روايات لكاتبة جوخة حارثي فاز جائزة مان بوكر تفوز أول جائزة دولية. ترجمها في اللغة المليالم إبراهيم بادشاه വാഫി باسم നിലാവിന്റെ പെണ്ണുങ്ങൾ. നിലാവിന്റെ പെണ്ണുങ്ങൾ എന്ന ഈ പുസ്തകം ഇബ്രാഹിം ബാദുഷാ വാഫി അറബിയിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയതാണ്. 2019 ഈ നോവലിൽ ഇന്റർനാഷണൽ മാൻ ബുക്കർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ജുഹാ ഹാരിസിയുടെ സെയ്ദാത്തുൽ ഖമർ എന്നാണ് ഈ നോവലിന്റെ ഉറവിടം. പുസ്തകം അദറാവ് ഖുറൈശി എന്ന ജുർജി സൈദാന്റെ മലയാള പരിഭാഷയാണ്. ഇതിനെ ഖുറൈശി കന്യക എന്ന പേരിൽ MK നാലകത്ത് VM കുട്ടി എന്നിവർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. أزراء القريش ألفت جورجي زيدان ترجمة MK نالكات وVM കുട്ടി بالملالمية باسم قريشي കന്യക. കൊട്ടാരക്കര വന്ന ഈ പുസ്തകം BM സുഹറ അറബിയിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയതാണ്. ബൈനുൽ കസ്രൈനി എന്ന നജീബ് മഹ്ഫൂദിന്റെ നോബൽ സമ്മാനം നേടിയ ഈജിപ്ഷ്യൻ നോവലാണിത്. هذا الكتاب بين القصرين من ثلاثية نجيب المحفوظ ترجمة إلى اللغة المليالمية BM സുഹറ باسم കൊട്ടാരക്കര. هي هذا جائزة نوبل. ആദ്യ ജീവിതം എന്ന ഈ പുസ്തകം എഴുതിയത് ബെന്യാമിനാണ്. വളരെ ജനപ്രീതി നേടിയ ഈ നോവൽ സംവിധായകൻ ബ്ലസി സിനിമയാക്കിയിട്ടുണ്ട്. ഇതിന്റെ അറബി മൊഴിമാറ്റവും നടന്നിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡും ഈ നോവലിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യ കിതാബ് റിവായത്ത് ആട് ജീവിതം ബെന്യാമിൻ ഹയാലിയ ബൈ സൂറത്തുൻ ഹയാത്തുൻ വാഖിയ്യ അത് തർജമത്ത് ഇല അറബിയ സുഹൈൽ വാഫി ബിസ്മി അയ്യാം മായിസ്. എഴുതിയ ഖലീല ഉദ്ദിന എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷയാണ് ഇത്. TK ഉബൈദാണ് ഈ പുസ്തകം ഖലീലയും ജിംനയും എന്ന പേരിൽ മൊഴിമാറ്റം ചെയ്തത്. ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ മൃഗങ്ങളാണ്. പഞ്ചതന്ത്ര കഥകളിലെ ചില കഥകളാണ് ഇതിലുള്ളത്. الكتاب قليلة هذه لا يتضمن من المجموعة القصص ترجمته عبد الله بن مكفف من الفهلوية إلى العربية الذي يبتلع من الحيوانات
ترجمت في كيوبيت إلى المليالمية باسم خليل ابن. നിലാവ് എന്ന ഈ പുസ്തകം BM സുഹറ എഴുതിയതാണ്. സമർ ശൈശകിലെ ഇതിനെ ലൗഉൽ ഖമർ എന്ന പേരിൽ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി. هذا كتاب لؤلؤ القمر لسمر شيشكيلي عن الزواج البنات الصغيرات. كتاب الأصلي لBM زهرة. وهذا الكتاب الشكرية كتبت نجيم عفول ترجمة إلى المليالمية دكتور شمنات باسم മിഠായി തെരുവ്. പുസ്തകം മിഠായി തെരുവ് നജീം മഹ്ഫൂദിന്റെ പ്രശസ്തമായ ശുക്രിയ എന്ന നോവലിന്റെ പരിഭാഷയാണ്. 1988 അറബി സാഹിത്യത്തിന് നോബൽ സമ്മാനാർഹിതമായ പുസ്തകമാണ് ശുക്രിയ. പുസ്തകം BM സുഹറയുടെ ഇരുട്ടി എന്ന പുസ്തകമാണ്. ഇത് അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് സുഹൈൽ വഫിയാണ്. هذا الكتاب ترجمة الإرق التي كتبها BM زهرة. ترجمها سهيل وفي إلى العربية باسم تحت سماع الملهمات. هذا الكتاب رواية لطه الحسين. ترجمة إلى اللغة المليالمية باسم فاضلة كولندر رقم. أولت رواية الفيلم والسينمائي. هذا الكتاب ليالي كردستان ألفه نجيب اللامي. هي مجموعة عن القصص الشعبية التركستانية. ترجمة هذا الكتاب في اللغة المليالمية بالسليم باسم തുർക്കിസ്ഥാനിലെ രാവുകൾ. മുഹമ്മദ് ബഷീർ എഴുതിയ ബാല്യകാല സഖി എന്ന ഈ നോവൽ സുഹൈൽ അബ്ദുൽ വാഫി അറബിയിലേക്ക് റഫീഖത്തു സിബ എന്ന പേര് കൈമാറ്റം ചെയ്തു. ഈ നോവൽ P. ഭാസ്കരൻ സിനിമയാക്കിയിട്ടുണ്ട്. هذه الرواية رفيقة سبا ترجمة سهيل عبد الحكيم الوافي إلى اللغة العربية. أصل هذا الكتاب بالغ سقي كتبت ويك محمد بشير في روايته حب الطفولة وزرار وعبد المجيد. മലയാളത്തിൽ നിന്ന് അറബിയിലേക്കും അറബിയിൽ നിന്ന് മലയാളത്തിലേക്കും ഭാഷാന്തരം ചെയ്യപ്പെട്ട കൃതികൾ കണ്ടെത്തുകയും അവ കുട്ടികൾക്കും സമൂഹത്തിനും പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഈ പ്രവൃത്തി വളരെയധികം പ്രശംസനീയമാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഈ പ്രവർത്തനം അവസാനിപ്പിക്കരുത്. ഇനിയും പുസ്തകങ്ങൾ കണ്ടെത്തുകയും പരിചയപ്പെടുകയും അത് നമ്മുടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കുകയും ചെയ്യണം എന്ന് ആശംസിക്കുന്നു.